പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, BJP എന്ന പാർട്ടി കേരളത്തിൽ പച്ച പിടിക്കാത്തത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ കുറെ കാലമായി കേരളത്തിൽ സജീവമാണ്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി, 2 പ്രാവശ്യമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, 3-ാം തവണ അധികാരത്തിലേക്ക് വരും എന്നുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന പാർട്ടി. ഈ പാർട്ടി ഇതിനിടയിൽ പലതവണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചുവെന്ന് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ അവർ ഇത്ര സീറ്റുകളിൽ ജയിക്കാൻ പോകുന്നു, ഇത്ര ലോക്സഭാ സീറ്റുകളിൽ ജയിക്കാൻ പോകുന്നു, ഇത്ര നിയമസഭാ സീറ്റുകളിൽ ജയിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വലിയ വാചകമടികൾ നടക്കാറുണ്ടെങ്കിലും BJPക്ക് കേരളത്തിൽ പച്ച തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അത് വലിയ ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും അതുപോലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പം തൃശ്ശൂർ BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പല തരത്തിലുമുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ BJP ഒരു 6-7 സീറ്റുകൾ നേടിയാൽ പോലും അത്ഭുതമില്ല എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ 2019 നടന്നിരുന്നു. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞ പോലെ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും BJP കേരളത്തിൽ പച്ച തൊടില്ല എന്ന് ഞാൻ ആണയിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയാം. പച്ച തൊടില്ല. അതിന് ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ 50% മുന്നോക്ക വിഭാഗങ്ങളാണ്, 29% മുസ്ലിം സമുദായമാണ്, ഏതാണ്ട് 17-18 ക്രിസ്ത്യൻ സമുദായങ്ങളാണ്. അതിൽ 50% വരുന്ന ഈഴവർ, നായന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ CPMൻ്റെ കീഴിലാണ് അണിനിരന്നത്. പിന്നെ വരുന്ന 29% മുസ്ലിങ്ങളാണ്. അവരുടെ വോട്ട് BJPക്ക് കിട്ടില്ല. പിന്നെ ക്രിസ്ത്യാനികളിൽ നിന്ന് ഒരു 5-4-5% കിട്ടി. അത് കൂടുതലൊക്കെ കിട്ടാനുള്ള ശ്രമം ഉണ്ടായെങ്കിലും അത് പിന്നീട് കുറഞ്ഞു. ഇപ്പോൾ യഥാർത്ഥത്തിൽ BJP കേരളത്തിൽ വളരണമെങ്കിൽ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വോട്ടുകൾ കിട്ടണം. ആ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും CPMൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു 14-15% വോട്ടിനപ്പുറത്തേക്ക് BJPക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ആകപ്പാടെ BJPക്ക് ഒരു നിയമസഭാ സീറ്റാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് BJPയുടെ വളർച്ചാ സാധ്യത പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ്. അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. BJPയുടെ കേന്ദ്ര നേതാക്കന്മാരായിട്ടുള്ള കുറേ പൊട്ടന്മാരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോൺഗ്രസ് തളർന്നാൽ BJP വളരുന്നു. അത് കേരളത്തിൽ നടക്കില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും പല BJP നേതാക്കന്മാരോട് തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്. അവർക്ക് അതിനൊന്നും മറുപടി ഉണ്ടായിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാനിവിടെ പറയാൻ പോകുന്ന വാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല. ഞാൻ പറയാൻ പോകുന്ന വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ BJPയുടെ നേതാക്കന്മാർക്ക് ഈ പറഞ്ഞ പോലെ ഒരു കോമൺ സെൻസ്, തന്നെ മലയാളം എനിക്ക് കൃത്യമായിട്ട് കോമൺ സെൻസ് പോലും ഇല്ലാത്തവരാണ് BJPയുടെ നേതാക്കന്മാർ എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ BJP പച്ച പിടിക്കില്ല എന്ന് ഞാൻ പറയുന്നത്. കേരളത്തിലെ BJP നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? വർഗീയമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അതിൻ്റെ പുറകെ അങ്ങ് ഇറങ്ങും. പൊക്കിപ്പിടിച്ചോണ്ട്, കയ്യും പൊക്കിപ്പിടിച്ചോണ്ട് വർഗീയമായി എന്തെങ്കിലും വിഷയം വന്നാൽ അതിൻ്റെ പുറകെ ഇറങ്ങും. ഇതാണ് ഈ BJPയിലെ നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട പണി. കേരളത്തിലെ ഈ പറഞ്ഞതുപോലൊരു മതേതര ചിന്തയുള്ള ജനങ്ങളാണ് ബഹുഭൂരിപക്ഷം എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വർഗീയമായിട്ടുള്ള പ്രചരണത്തോട് ഒരു അവജ്ഞയുണ്ട്, ഒരു അവേർഷനുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് ബോധ്യമാകാനുള്ള തലയ്ക്കകത്തുള്ള ഈ ഗ്രേ മാറ്റർ ഉണ്ടല്ലോ തലയ്ക്കകത്തുള്ളത്, അത് BJPക്കാരൻ്റെ ഇല്ല. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും വർഗീയമായി വന്നാൽ അതിൻ്റെ പുറകെ ചാടി വീണിട്ട് അതിൻ്റെ പുറകെ പോകും. ഞാൻ എൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതേസമയം ജനവിരുദ്ധമായിട്ടുള്ള ഒരു നടപടികൾക്കെതിരെയും അവരൊരു ചുക്കും ചെയ്യില്ല, ഒരു പുല്ലും ചെയ്യില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും അവർ ചെയ്യില്ല. ഇപ്പോൾ കേരളത്തിൽ നമ്മളൊന്ന് നോക്കിയേ, ഇത്രയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ജനവിരുദ്ധമായിട്ടുള്ള ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയേറെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന, ഇത്രയേറെ പോലീസ് പീഡനങ്ങൾ നടക്കുന്ന, ഇത്രയേറെ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്ന, ഇത്രയേറെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട് സുഹൃത്തുക്കൾ. എന്നാൽ ആ സംവിധാനത്തിനെതിരെ ഇവരൊന്നും ചെയ്യില്ല. ഇവരൊരു സമരവും അതിനെതിരെ നടത്തില്ല. ഇവരെന്താ നടത്തുന്നതെന്നുള്ളത് നമുക്കറിയാം. ഈ തമ്മിലുള്ള അടിയും ഈ പറഞ്ഞതുപോലെ വിഭാഗീയതയാണ് അവർ നടത്തുന്നത്. അതിനേക്കാൾ ഉപരി ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഗീയമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഹിന്ദുക്കൾ അവരുടെ കൂടെ നിൽക്കുക. അത് ശുദ്ധ അസംബന്ധമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ളൊരു വിഷയം എന്താ? അവരുടെ സംസ്ഥാന പ്രസിഡന്റ് വയനാട് മത്സരിക്കുകയാണ്. ആ സംസ്ഥാന പ്രസിഡന്റ് പിന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. എന്താ പ്രസ്താവന എന്നറിയാമോ? സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി
ഗണപതി വട്ടം എന്നാക്കണം എന്നാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റും വയനാടിലെ NDAയുടെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കെ സുരേന്ദ്രൻ. ഞാൻ പറഞ്ഞു, എന്ത് വിവരമില്ലാത്തൊരു മനുഷ്യനാണ് ഇയാളെന്ന്. സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു കേരളത്തിലാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഒരു പൊതുപ്രവർത്തകനാണെന്നുള്ളത് കൊണ്ടും ഞാൻ അതിരി വിട്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇയാൾക്ക് എന്തെങ്കിലും വിവരം ഇയാളുടെ അടുത്തൂടെയെങ്കിലും പോയിട്ടുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം ഇതാണോ? തൊഴിലില്ലായ്മയുടെ പ്രശ്നം, സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നം, അഴിമതിയുടെ പ്രശ്നം, പോലീസ് അതിക്രമങ്ങളുടെ പ്രശ്നം, ഭൂമി കയ്യേറ്റത്തിൻ്റെ പ്രശ്നം മുതൽ വടക്കൻ കേരളത്തിൽ ആനയുടെ ആക്രമവും മൃഗങ്ങളുടെ ആക്രമവും ഒക്കെ കൊണ്ട് ഏതാണ്ട് 1 ഡസനിലധികം ആളുകൾ വരെ മരിച്ചുപോയതുൾപ്പെടെയുള്ള ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിട്ടും ഈ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ഈ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, അയാളെ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അയാൾ വന്നിട്ട് പറയുകയാണ് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണം എന്ന്. ഗണപതി വട്ടം എന്ന് പറയുമ്പോൾ ഇയാളുടെ തലയ്ക്ക് വല്ല വട്ട് പിടിച്ച് വട്ടടിച്ചിട്ടാണോ ഇത് പറയുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് സുൽത്താൻ ബത്തേരി? സുൽത്താൻ ബത്തേരി എന്ന് പറയുമ്പോൾ അറിയാവുള്ളൂ. ആ സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് ഗണപതി വട്ടം എന്ന് ആക്കണം എന്നുള്ളതാണ് ഇയാളുടെ ഇപ്പോഴത്തെ വാദം. അപ്പോൾ ഇത് കൊണ്ടാണ് BJP എന്ന് പറഞ്ഞ പാർട്ടിക്ക് കേരളത്തിൽ പച്ച തൊടാൻ കഴിയാത്തത്. അവരിനിയും പച്ച തൊടുന്ന പ്രശ്നമേ കേരളത്തിൽ ഉദിക്കുന്നില്ല. കാരണം അവരുടെ മരപ്പൊട്ടന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ്. അവരുടെ വിചാരം എന്തെങ്കിലുമൊക്കെ വർഗീയത കേരളത്തിലെ ജനങ്ങളുടെ തലയിലേക്ക് കുത്തിക്കയറ്റി കഴിഞ്ഞാൽ അവർക്ക് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാം എന്നാണ്. എന്ന് മാത്രമല്ല, അവരുടെ ആശാനാരാണ്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ പണി എന്താണ്? ഇതുതന്നെയാണ് നരേന്ദ്രമോദിയുടെ പണി. നരേന്ദ്രമോദി രാമക്ഷേത്രം വന്നപ്പോഴത്തേക്കും ആ രാമക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്താൻ അവിടെ കിടന്നുരുണ്ടു, വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ഇതൊക്കെ ചെയ്തു. അതിനുശേഷം പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. വർഗീയതയാണ് ലക്ഷ്യം. ഇതൊന്നും പച്ചപിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി ഇറച്ചി കഴിക്കുന്നുവെന്നും തേജസ്വി യാദവ് മത്സ്യം കഴിക്കുന്നുവെന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ആശാൻ, അതായത് നരേന്ദ്രമോദി, ആ ആശാൻ്റെ ശിഷ്യനാണ് ഈ സുരേന്ദ്രൻ എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. മോഡിയുടെ ഈ വർഗീയ ലായനി ഉണ്ടല്ലോ, ഇത് വടക്കേ ഇന്ത്യയിലെ ഹിന്ദുക്കൾ പോലും അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ 1000 ഇരട്ടി പോലും കേരളത്തിലെ മതേതരവാദികളായിട്ടുള്ള ജനങ്ങൾ ഈ BJPയുടെ ഈ ക്രാസായിട്ടുള്ള വർഗീയമായിട്ടുള്ള ഈ വാദഗതികൾ അംഗീകരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സ്വബോധം ഈ സുരേന്ദ്രൻ പോലുള്ള പ്രഭൃതികൾക്കില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ BJP എന്ന് പറഞ്ഞ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിലല്ല, ഇനി ഒരു 1/2 ഡസൻ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ പോലും കേരളത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലും വട്ടപൂജ്യമായിരിക്കും BJPക്ക് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഈ സുരേന്ദ്രനെ പോലുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന, തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത നേതാക്കന്മാരാണ് അവരെ നയിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇവർക്ക് കേരളത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം.